ഗവൺമെന്റിനോട് ചോദിച്ചിട്ടല്ലോ സമരം തുടങ്ങിയത്. പിന്നെന്തിനാണ് ചർച്ച? ഈ ഗവൺമെന്റ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ? അല്ല, ഉത്തരവാദിത്വമില്ലാതെ എഴുതിക്കൂട്ടി ഈ സമരം പെരുപ്പിച്ചത് പത്രക്കാരാണ്. എഡിറ്റോറിയലായി, വാർത്തയായി, റിട്ടയർ ചെയ്ത് പണിയില്ലാതിരിക്കുന്ന മെഡിക്കൽ കോളേജ് വാദ്യന്മാരുടെ പ്രതികരണങ്ങളായി. സ്വകാര്യ കോളേജുകളെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തീരുമാനിച്ചുവെന്ന് നിങ്ങൾ പത്രക്കാർ എഴുതിപ്പിടിപ്പിച്ചു. പ്രശ്നം ഇതുവരെ ഏകോപന സമിതി ചർച്ചയ്ക്കെടുത്തിട്ടില്ല, ക്യാബിനറ്റ് പരിഗണിച്ചിട്ടുമില്ല. അപ്പോ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല എന്ന് എഴുതട്ടെ? ഓഹോ, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ സമരം ഒഴിവാക്കാമായിരുന്നില്ലേ സാർ? 2 ആഴ്ച മുമ്പ് ഇങ്ങനൊരു ക്രമസമാധാന പ്രശ്നം സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നില്ല. ഒരു കാര്യം വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമരം ഇനി മുതൽ കോളേജുകളുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ മാത്രം മതി. പുറത്തിറങ്ങി പൊതുജനങ്ങളുടെ സൗരജീവിതം തകരാറിലാക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഗവൺമെന്റ് കഴിയില്ല. എന്ത് ബലം പ്രയോഗിക്കേണ്ടി വന്നാലും പോലീസ് ശക്തമായി അതിനെ ചെറുക്കും. സ്വകാര്യ പ്രൊഫഷണൽ കോളേജുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി ഈ സമരം തുടരുന്നതിൽ അർത്ഥമില്ല. അർത്ഥമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു വഴിവഴിപ്പൻ പ്രഖ്യാപനം വന്നു വെച്ച് ഇഷ്യൂ തീരുന്നില്ല. സ്വകാര്യ കോളേജ് തുടങ്ങില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. തുടങ്ങുമെന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ഫൈനലേഴ്സിന്റെ പരീക്ഷ 3 തവണ മാറ്റിവെച്ചു. പോലീസിന്റെ തല്ലുകൊണ്ട് പപ്പനടക്കം 100 കണക്കിന് വിദ്യാർത്ഥികൾ ആശുപത്രിയിലായി. തല്ലാ റെഡിയായി നിൽക്കുന്ന പോലീസിന്റെ മുന്നിലോട്ട് പിള്ളേർ എറിഞ്ഞു കൊടുക്കാൻ ഇനി വയ്യ. ഇതേവരെ പറഞ്ഞു നിൽക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. ഉണ്ണി, സമരം തുടങ്ങാൻ തീരുമാനിച്ചത് പാർട്ടിയാണ്. സമരം പിൻവലിക്കണമെങ്കിലും അത് പാർട്ടി തന്നെ തീരുമാനിക്കണം. നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാനില്ല. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സാധനമാണ് രാഷ്ട്രീയം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളുടെ തെറ്റെന്താണെന്ന് മുഖത്ത് നോക്കി പറയാൻ ആരും ഉണ്ടായിട്ടില്ല എന്നതാണ് നിങ്ങളുടെ തകരാറും. നീ പറഞ്ഞതൊക്കെ ചിരിച്ചോണ്ടാണ് ആ സമയത്ത് കേട്ടിരുന്നെങ്കിലും അദ്ദേഹം വല്ലാതെ ഹർട്ടായിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഇമോഷണലായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാളുടെ ഭാഗത്തും തെറ്റുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സമ്മതിച്ചു. തെറ്റും ശരിയും നോക്കിയിട്ടാണോ GP നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? കുറഞ്ഞ പക്ഷം നിന്റെ കാര്യത്തിലെങ്കിലും. മറ്റാരോടും കാണിച്ചിട്ടില്ലാത്ത ദയ GP എന്ന് നിന്നോട് കാണിച്ചത്. എന്തായാലും ഒരു സമരം തുടർന്നാൽ അത് ശരിയാവില്ലോ അപ്പ. സോറി, പത്രക്കാരുടെ ഒരു ദുസ്വഭാവം. 2 പേര് ഗൗരവമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന കേട്ടാ എഴുതാൻ എന്തെങ്കിലും വീണ് കിട്ടുമോന്നാ ജേർണലിസത്തിന്റെ ഒരു ബേസിക് തിയറി. എന്തു പറ്റി? സമരം തുടരുന്ന കാര്യത്തില് കുട്ടി നേതാവിനെ വലിയ നേതാവുമായി തർക്കമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല. ഞങ്ങൾ നാളെ എങ്ങനെ സമരം കൊഴിപ്പിക്കാമെന്ന് ചർച്ച ചെയ്യായിരുന്നു. അതിന് നാളെ തനിക്ക് ഫീൽഡിൽ ഇറങ്ങാൻ കഴിയോ? അവനെ ഇറക്കാതിരിക്കാനാ എന്റെ ശ്രമം. അതിരിക്കട്ടെ, മറ്റു സഖാക്കളൊക്കെ എവിടെ? അവരപ്പുറത്തുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. പോലീസുകാരെ എറിഞ്ഞ കൂട്ടത്തില് നിങ്ങളെ പത്രക്കാരെ എറിഞ്ഞ് വീഴ്ചിട്ടുണ്ടല്ലോ, അവരെ ഒന്ന് കാണണം. പോട്ടെ. ഓ ശരി. ഉണ്ണി, നിനക്ക് വേണേ GP ധിക്കരിക്കാം, പക്ഷെ എനിക്കതിന് കഴിയില്ല. അത്രയ്ക്ക് കടപ്പാടായി പോയി. നാളെ നീ ഇല്ലെങ്കിൽ സമരം നടത്താൻ ഈ അവസരം ഞാൻ ഇറങ്ങേണ്ടി വരും. നീ GP പോയി കാണണം, സമ്മതിക്കണം, എനിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. വരുന്നുണ്ട്. നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്പം സംസാരിക്കാനുണ്ട്. വാ വാ, കേറ്. യാതൊരു കാരണവശാലും നിങ്ങൾ ഈ സമരം പിൻവലിക്കരുത്. പിൻവലിച്ചാൽ തീർന്നു. പ്രതിപക്ഷത്തിൽ നിന്ന് നിങ്ങൾ സംഘടിപ്പിച്ച ആദ്യത്തെ മാസ് മൂവ്മെന്റ് തകർന്നു വരും. നിങ്ങൾ തോറ്റെന്ന് വരും. തോൽക്കാൻ നിവർത്തിയില്ലെന്നാ തോന്നുന്നത്. എന്റെ PR നിങ്ങൾക്കറിയാലോ. സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ മുഖ്യനെതിരെ ഗ്രൂപ്പ് കളിച്ചോണ്ടിരിക്കുക. അങ്ങനെ താഴെ ഇറക്കാൻ ആരോട് വേണേ കൂട്ടുകൂടാൻ അവർ തയ്യാറാ. എന്റെ 3 MLA പിൻവലിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾക്ക് ഭരിക്കാനുള്ള തന്റെ ഉണ്ടെങ്കിൽ താങ്ങാൻ ഞാൻ തയ്യാറാ. ഒരിക്കൽ താങ്ങിയിട്ട് 4 കാലും വാരി താഴെ തടിച്ചിട്ടാ താൻ അപ്പുറത്തോട്ട് പോയത്. വാരി, അന്നത്തെ സാഹചര്യം അതായിരുന്നു. അന്ന് നിങ്ങളെ വാരിയതുപോലെ തിരിച്ചിവരെ വരാനും ഞാൻ തയ്യാറാ.
അവസാനം താൻ മറ്റേ പണി കാണിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞാനൊന്ന് നീങ്ങി നോക്കാം. നീങ്ങിക്കോ പിയാറേ. പക്ഷേ പിന്തുണ പിൻവലിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പ്രസ്താവന ഇറക്കാൻ തക്കതായ ഒരു കാരണം വേണം. അതിന് ഇവിടുത്തെ ക്രമസമാധാനം തകർന്നു കിട്ടണം. തകർന്നാൽ അടുത്ത ആഴ്ച അസംബ്ലി കൂടുന്നതിന് മുമ്പ് പിയാർ മുഖ്യമന്ത്രിയാ. അതൊന്നും നടക്കുകയല്ലടൂ. ഒരു സർക്കാരിനെ വലിച്ച് താഴെ ഇടാൻ ഈ സമരം ഒന്നും പോരാ. മതി, അതിന് നമ്മുടെ ഈ സമരം ധാരാളം മതി. താൻ നടക്കുന്ന കാര്യം വല്ലതും പറയൂ. നടക്കും. നോക്കിയോ, നാളെ വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലിറങ്ങും. പോലീസിന്റെ ഭാഗത്തുനിന്ന് ബലപ്രയോഗം ഉണ്ടായാൽ ആത്മാഹുതി നടത്താനാ വിദ്യാർത്ഥികളുടെ പുതിയ തീരുമാനം. ആ, അത് ബുദ്ധിയാ. പരമേശ്വര, അങ്ങനെ ഈ സമരത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. നോക്കിയോ പിയാറേ, നാളെ ഈ സംസ്ഥാനം നിന്നും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രൊവോക്കേഷൻ ഉണ്ടായാലും കൊള്ളാം. നിങ്ങളെ സംയമനം പാലിക്കണം. പിള്ളേർ റോഡിലേക്ക് ഇറങ്ങിയാൽ അവർ റോഡിലേക്ക് ഇറങ്ങിയാൽ കണ്ണി കണ്ടെല്ലാം തല്ലി പൊട്ടിക്കും. അത് തടയണം. തടഞ്ഞവന്മാരറിയും. ഇങ്ങോട്ട് ഇറങ്ങിയ പോലീസുകാർ വെറുതെ നോക്കിക്കല. അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ സംയമനം പാലിക്കണമെന്ന് പറയുന്നത്. അവരുടെ മൂവ് എന്താണെന്ന് വല്ല ഇന്നും കിട്ടിയോ? ഇല്ല സർ, സകല സന്നാഹങ്ങളുമായിട്ട് അവർ ഒരുങ്ങുന്നത്. ഇവിടെ കൂടുതൽ ഫോഴ്സ് വേണ്ടി വരും. സിറ്റി കോളേജുകളിലെ മുഴുവൻ പിള്ളേരും ഇവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ അവരുടെ പരിപാടിയും തോന്നും. പോകാൻ പറ്റില്ല. എവിടെ പോന്നു? അതെ, അകത്തോട്ടൊന്നും പോകാനാ. അവരെ വിട്ടേ. അപ്പാ, നീ എന്ത് പണിയാ കാണിച്ചേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. ഇവിടെ ഇങ്ങനെ തിളയ്ക്കുമ്പോ എനിക്ക് എവിടെ കിടന്ന കിടപ്പ് വരുമോ? പുറത്ത് മുഴുവൻ പോലീസുകാർ വളഞ്ഞിരിക്കുക. അവർ 4 ഗേറ്റും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വയലൻസിന്റെ ഈ പിള്ളേർ മുഴുവൻ തല്ലുമടിക്കും. നമ്മൾ വേണം കൺട്രോൾ ചെയ്യാൻ. പപ്പ, മീരയോ ക്യാമ്പസിനകത്ത് എങ്ങനെ എത്തി? പുറത്തു നിന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസിന് വില പൊട്ടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ അവിടെ മൂവ് ചെയ്യാന്ന് വെച്ചു, എക്സ്ക്ലൂസീവ് ഫോട്ടോഗ്രാഫ്സ് കിട്ടാൻ. വാ വാ, കമോൺ. പ്ലീസ്, നിങ്ങൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യരുത്. അല്ല, ഇത് എവിടുത്തെ നിയമമാണ് മിസ്റ്റർ? നിങ്ങൾ ഈ ഗേറ്റിന് പുറത്തേക്ക് വരാൻ പാടില്ല. അത് ശരി, വന്നപ്പോൾ നിങ്ങൾ മൂക്കി കെട്ടിക്കളേ. അതോട്ടെ, പുറത്തു വരാൻ പറ്റില്ല. മാറ്റണം, അങ്ങോട്ട് മാറണം. ഇത് കളിയല്ല, സൂക്ഷിക്കണം. നിങ്ങൾ അടുത്താണ് കാണിക്കുന്നത്. ഒഴിക്കണം.